ഏറെ ത്യജിച്ചും സൃഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന മാനവ ഐക്യത്തിന്റെ ആഘോഷമാണ് ബലിപെരുന്നാളെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അഹന്തയെ ദൂരെയെറിഞ്ഞ് അപരന്റെ സങ്കടങ്ങളെ നെഞ്ചേറ്റി സാന്ത്വനം പകരാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും പരമമായ വിജയതീരത്തേക്ക് അടുക്കുവാനുള്ള വിശുദ്ധ ദിനങ്ങൾ സ്നേഹ കൈമാറ്റത്തിലൂടെയും അപര സാന്ത്വനത്തിലൂടെയും ധന്യമാക്കണമെന്നും തങ്ങൾ പറഞ്ഞു. ബലിപെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം. അള്ളാഹു നമുക്ക് സന്തോഷത്തിന് നൽകിയ രണ്ട് പെരുന്നാളുകളാണ്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. നമ്മുടെ ആഘോഷത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ബലിപെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പ്രവാസി വ്യവസായിയായ മലപ്പുറം കോഡൂരിലെ ഡോക്ടർ KT വഹീബുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമനിവാസികൾക്കായി ആയിരക്കണക്കിന് ഭക്ഷ്യക്കിറ്റുകളാണ് അദ്ദേഹം പെരുന്നാൾ സമ്മാനമായി വിതരണം ചെയ്തത്. വിഭവസമൃദ്ധമായ പെരുന്നാൾ വിരുന്നിനുള്ള എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ട കിറ്റ് ഓരോ വീടുകളിലും എത്തിച്ചാണ് റബിയുള്ള ചേർത്തുപിടിക്കലിന്റെയും പെരുന്നാൾ മധുരം പങ്കുവച്ചത്. മതേതരത്വവും സ്നേഹവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ മനുഷ്യൻ എക്കാലത്തും പ്രതിജ്ഞാബദ്ധനാണെന്ന സന്ദേശമാണ് പെരുന്നാളിനും ഓണത്തിനുമൊക്കെ ഇദ്ദേഹം നൽകുന്ന ഭക്ഷ്യക്കിറ്റുകൾ ഓർമ്മപ്പെടുന്നത്. മതഭേദമന്യേ കോഡൂർ ഗ്രാമത്തിലെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇത്തവണയും KT റബിയുള്ളയുടെ പെരുന്നാൾ സമ്മാനമെത്തി. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി റബിയുള്ള ഈ പെരുന്നാൾ സമ്മാനം നൽകി വരുന്നുണ്ട്. ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാതും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക് നല്ല കുടുംബത്തിൽ പാവപ്പെട്ട പൈസേൻ്റെ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സഹായങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. ഞങ്ങളെ ഈ കോഡൂർ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകൾക്കും ഞങ്ങൾക്കൊക്കെ അത് പിന്നെ റബിയുള്ളാക്ക ഒരു ദൈവതുല്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്ര സഹായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷനാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല റബിയുള്ളയുടെ കൈത്താങ്ങ്. കിടപ്പ് രോഗികൾക്കും മറ്റു രോഗദുരിതങ്ങൾ പേറുന്നവർക്കും വീടില്ലാത്തവർക്കും എന്നുവേണ്ട ജീവിതവേദനയിൽ ഉരുകുന്ന ആർക്കും അത്താണി കൂടിയാണ് 700-ലധികം ഡോക്ടർമാർ ഉൾപ്പെടെ 10,000-ൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിന്റെ ഉടമ കൂടിയായ KT റബിയുള്ള. 21 വർഷമായി ആരംഭിച്ചതാണ് ഇന്നും നൽകി വരുന്നത്. അത് എൻ്റെ മരണം വരെ ഞാൻ നൽകുന്നതാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും തന്നാലാവും വിധത്തിൽ പരിഹാരം കണ്ടെത്തുക എന്ന ദൗത്യം കൂടിയാണ് റബീഹുള്ള ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 മലപ്പുറം. അതിശയിപ്പിക്കുന്ന ഉച്ചാരണ ശുദ്ധിയോടെ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്ന ഇന്ദുലേഖയെ പരിചയപ്പെടാം. കൊണ്ടോട്ടി മുണ്ടക്കുളം സ്വദേശിനിയും 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഇന്ദുലേഖ കേട്ടുപഠിച്ചതാണ് ഫാത്തിഹ സൂറത്ത്. അതീവ സ്ഫുടതയോടെ ഖുറാനിലെ അധ്യായമായ ഫാത്തിഹ സൂറത്ത് ഓതുകയാണ് ഇന്ദുലേഖ. അറബിക് ഭാഷയും ഖുറാനും പഠിച്ചിട്ടില്ലാത്ത ഈ കൊച്ചുമിടുക്കി കേട്ടു പഠിച്ചതാണ് ഫാത്തിഹ സൂറത്ത്. UKG മുതൽ കൊണ്ടോട്ടി എക്കാപ്പറമ്പ് മർക്കസുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഇന്ദുലേഖ സ്കൂളിലെ ദിവസവുമുള്ള പ്രാർത്ഥനയായ ഫാത്തിഹ സൂറത്ത് കേട്ടാണ് പാരായണം ചെയ്തു തുടങ്ങിയത്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ അധ്യാപകനായ അസ്ഹർ ഇന്ദുലേഖ പാരായണം ചെയ്യുന്ന വീഡിയോ അയച്ചു കൊടുത്തപ്പോഴാണ് മകളുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞതെന്ന് അമ്മ പറയുന്നു. ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ് ഇന്ദുലേഖ. ഫാത്തിഹയിൽ വെച്ചിട്ടാണ് അവിടുത്തെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കൊയറായിട്ട് നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടാവും, മലയാളത്തിലുള്ള പ്രാർത്ഥനയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫാത്തിഹ ആദ്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇതിനോടൊരു താല്പര്യം കൂടി. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് അവളത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പോരാത്തതിന് നമുക്ക് പാരൻസിന് അറബിക്കിനോട് വലിയ താല്പര്യമുണ്ട്. പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും. ഇപ്പോൾ ഏതൊരു ഭാഷയാണെങ്കിലും പഠിക്കുന്നത് നല്ലതാണല്ലോ, ഒരു അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിക്കിനും ഒന്ന് ഇരുത്തി നോക്കി, അറബിക്കിന് മാത്രമായിട്ട് ഒന്ന് ക്ലാസ്സിൽ ഇരുത്തി നോക്കി. അപ്പോൾ അവൾ
പെട്ടെന്ന് ഇപ്പോൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറബിക് ആണെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടിയാണ്. പോരാത്തതിന് അഡീഷണൽ ആയിട്ട് അവൾക്ക് മ്യൂസിക്കിലും വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ നല്ല ട്യൂണിലാണ് ഈ ഫാത്തിഹ മോർണിംഗിൽ കേൾക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അവൾ ക്രമേണ ഇത് പഠിച്ചു തുടങ്ങി. ചില സമയത്ത് പല സമയങ്ങളിലും അവൾ വീട്ടിൽ നിന്ന് ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അധ്യാപികയായ അമ്മ വർഷയും സ്വകാര്യ കമ്പനി ജീവനക്കാരനായ അച്ഛൻ ഷിജുവും കലാകാരാണ്. അമ്മ വർഷ സംഗീതത്തിലും ഷിജു അനുകരണ കലയിലുമാണ് ശ്രദ്ധേയർ. സംഗീതം ഇഷ്ടമുള്ള ഇന്ദുലേഖ 2.5 വയസ്സ് മുതൽ മാതാപിതാക്കൾക്കൊപ്പം പാടാൻ ആരംഭിച്ചിരുന്നു. ഏതു ഭാഷയും അനായാസം മനസ്സിലാക്കുന്ന ഇന്ദുലേഖയ്ക്കും അച്ഛനമ്മമാർക്കും അറബിക് ഭാഷയോടാണ് താല്പര്യം. ന്യൂസ് 18 തിരൂർ.